ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന രണ്ട് തസ്തികകളാണ് LGS, കമ്പനി കോർപ്പറേഷൻ LGS, ബിവറേജസ് LD എന്നിവ. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന പ്രതീക്ഷിത ചോദ്യങ്ങളും മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞത് പൈതഗോറസ് ആണ്. 1 മില്യൺ എത്ര ലക്ഷമാണ്? 1 മില്യൺ എത്ര ലക്ഷമാണ്? 10 ലക്ഷമാണ് 1 മില്യൺ. സമദർശി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? സമദർശി പത്രത്തിന്റെ പത്രാധിപര് കേസരി ബാലകൃഷ്ണപിള്ള ആയിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ള. വിഴിഞ്ഞം തുറമുഖത്തെ നവീകരിച്ച തിരുവിതാംകൂർ രാജാവ് ഉമ്മിണിത്തമ്പി ആണ്. ഉമ്മിണിത്തമ്പി. ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് സിംസൺ ആണ്. ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ആണ്. അപ്പോൾ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് സിംസൺ ആണ്. തിരുവനന്തപുരം, അങ്കമാലി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന MC റോഡിന്റെ ഏകദേശ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. 240 കിലോമീറ്റർ. സൗരോർജം സ്വീകരിച്ച് ആഹാരം നിർമ്മിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്ന സസ്യം. സൗരോർജം സ്വീകരിച്ച് ആഹാരം നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്ന സസ്യം കരിമ്പ് ആണ്. ഒരു കോശത്തിന്റെ ശ്വസന കേന്ദ്രം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഒരു കോശത്തിന്റെ ശ്വസന കേന്ദ്രം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ ആണ്. നാഥുല ചുരം ഏത് സംസ്ഥാനത്തിലാണ്? നാഥുല ചുരം ഏത് സംസ്ഥാനത്തിലാണ്? സിക്കിം. ചെങ്കടലിനെയും അറബിക്കടലിനെയും യോജിപ്പിക്കുന്ന കടലിടുക്കാണ് ബാബേൽ മാൻഡേബു. ബാബേൽ മാൻഡേബു കടലിടുക്ക്. കിളിമഞ്ചാരോ പർവ്വതം ഏത് ഭൂഖണ്ഡത്തിലാണ്? കിളിമഞ്ചാരോ പർവ്വതം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയിൽ ആണ്. ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് ക്രിസ്റ്റഫർ നോർത്ത് ആണ്. ക്രിസ്റ്റഫർ നോർത്ത്. ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് ക്രിസ്റ്റഫർ നോർത്ത് ആണ്. ചെസ് കളിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു? ചെസ് കളിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു. വിശ്വനാഥൻ ആനന്ദ്. ഇന്റർപ്രറ്റർ ഓഫ് മെലഡീസ് എഴുതിയത് ജൂംബ ലാഹരി ആണ്. ഇന്റർപ്രറ്റർ ഓഫ് മെലഡീസ് എഴുതിയത് ജൂംബ ലാഹരി ആണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. മുംബൈ. ഭാഷാ കർണാമൃതം ആരുടെ കൃതിയാണ്? ഭാഷാ കർണാമൃതം ആരുടെ കൃതിയാണ്? പൂന്താനത്തിന്റെ. നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന രോഗബാധയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന രോഗബാധയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ ന്യൂറോപാത്തോളജി എന്നാണ് പറയുന്നത്. ന്യൂറോപാത്തോളജി. ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രാങ്ക് വിറ്റിൽ ആണ്. ഫ്രാങ്ക് വിറ്റിൽ. ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചത് ഫ്രാങ്ക് വിറ്റിൽ ആണ്. എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ നാടിന്റെ ഐശ്വര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി വിനിയോഗിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ നാടിന്റെ ഐശ്വര്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ചെലവഴിക്കും എന്ന് പറഞ്ഞത് ആരാണ്? വിനിയോഗിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു. വേരുകളില്ലാത്ത ഒരു സസ്യം ഏതാണ്? സാൽവീനിയ ആണ്. വേരുകളില്ലാത്ത ഒരു സസ്യം സാൽവീനിയ ആണ്. സാൽവീനിയ. ഗോബി മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോബി മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മംഗോളിയയിൽ ആണ്. മംഗോളിയ. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. നെപ്പോളിയൻ ജനിച്ച സ്ഥലത്തിന്റെ പേര്. നെപ്പോളിയൻ ജനിച്ച സ്ഥലത്തിന്റെ പേര് കോഴ്സിക്ക എന്നാണ്. കോഴ്സിക്ക. 1688 ഇംഗ്ലണ്ടിൽ നിന്നും ഒളിച്ചോടിയ രാജാവ് ആര്? 1688 ഇംഗ്ലണ്ടിൽ നിന്നും ഒളിച്ചോടിയ രാജാവ് ജെയിംസ് രണ്ടാമൻ ആണ്. ജെയിംസ് രണ്ടാമൻ. നേതാജി ദിനം എന്നാണ്? നേതാജി ദിനം ജനുവരി 23 നേതാജി ദിനം. ആസ്ട്രേലിയയിലെ നാണയം ഏതാണ്? ആസ്ട്രേലിയയിലെ നാണയം ഡോളർ ആണ്. ഡോളർ. പ്രോട്ടീനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം. പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്.
മർഡേക്ക ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മർഡേക്ക ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര കമാൻഡുകളാണ് ഉള്ളത്? ഇന്ത്യൻ നാവികസേനയ്ക്ക് 3 കമാൻഡുകളാണ് ഉള്ളത്. ആലംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി. ആലംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ആണ്. ഔറംഗസീബ്. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ് ആണ്. ഓസിലോസ്കോപ്പ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ പാർലമെന്റ് ആദ്യം സമ്മേളിച്ചത് എന്നാണ്? 1952 മെയ് 23. 1952 മെയ് 23 ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.